അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അത് അവൻ നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപാധനപ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. അവനിൽ താൻ മുൻ നിർണയിച്ച തൻ്റെ പ്രസാദത്തിന് ഒത്തവണ്ണം തൻ്റെ ഹിതത്തിൻ്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായി കൊണ്ട് തന്നെ അവനിൽ നാം അവകാശവും പ്രാപിച്ചു. തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവന്റെ നിർണയപ്രകാരം മുൻ നിയമിക്കപ്പെട്ടത് മുൻകൂട്ടി ക്രിസ്തുവിൽ ആശ വെച്ചവരായ ഞങ്ങൾ അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കാകേണ്ടത് തന്നെ. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. നമ്മുടെ മഹത്വത്തിന്റെ പ്രത്യാശയായ യേശുക്രിസ്തു താൻ മുൻ നിർണയിച്ചതുപോലെ താൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് നമുക്ക് വേണ്ടി രക്തം ചിന്തി പാപത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്ത് തൻ്റെ മക്കളാക്കി തീർത്തതുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വത്തിനൊത്തവണ്ണം ജീവിച്ച് ദൈവത്തെ നമുക്ക് സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്താം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.